ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജുവിൻ്റെ വെബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കളിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഷോട്ട് എന്ന ആപ്പ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വീഡിയോസ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നേരെ ഇൻഷോട്ട് എന്ന ആപ്പ് പോവാം. എന്നിട്ട് അതിൽ വീഡിയോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നോക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്ലാങ്ക് നിൽക്കാം കേട്ടോ. അത് അല്ലെങ്കിൽ നമുക്ക് വേറെ നേരിട്ട് വീഡിയോ ഫോട്ടോയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞെക്കാം. എന്നിട്ട് എന്നിട്ട് കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഫോട്ടോസും നിങ്ങൾക്ക് വീഡിയോസും എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസുമാണ് ഒരേ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്ന ഓർഡർ, ആ ഒരു ഓർഡറിലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ നേരെ ടിക്ക് ചെയ്യി കഴിഞ്ഞാൽ ഇതേപോലെ വരും. നിങ്ങൾക്ക് ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റും. ഈ ഒരു വീഡിയോ ഞാൻ ചെറുതാക്കി ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ വലുതാക്കാം, ചെറുതാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വീഡിയോ വേണമെങ്കിൽ അവിടെ നിന്ന് റിമൂവ് വരെ ചെയ്യാം കേട്ടോ. അത് ഡിലീറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ വീഡിയോ കൊണ്ടുപോയി ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് ആ വീഡിയോ അവിടെ നിന്ന് പോകും. പക്ഷെ ഞാനിപ്പോൾ ആ വീഡിയോ ഇവിടെ നിന്ന് കളയുന്നില്ല. അപ്പോൾ ഭയങ്കര ചെറുതായി പോകും യൂട്യൂബ്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ആ വീഡിയോ കളയുന്നില്ല. ആ വീഡിയോ ഇത്ര ഷോർട്ടാക്കും. ഇത്ര വലിയ വീഡിയോ ആവശ്യമില്ല, ചെറിയൊരു വീഡിയോ വയ്ക്കുന്നുള്ളൂ. പിന്നെ ആ ബ്ലാങ്ക് പോലത്തെ സ്ഥലത്ത് നിങ്ങൾക്ക് വേറെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ തന്നെയുള്ള ഗാലറിയിലുള്ള ഫോട്ടോസ് വീഡിയോസ് ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു സംഭവമില്ലേ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടംപോലെ കാണാൻ കഴിയും. റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കും എല്ലാം. റെക്റ്റാങ്കിളിലെ കിടക്കണതും നിൽക്കണതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ നിൽക്കണതാണ് വെച്ചേക്കുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു ഫ്രെയിമാണല്ലോ ഞാൻ സെലക്ട് ചെയ്തേക്കണേ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടംപോലെ കൺഫ്യൂഷൻ വരും കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ. പിന്നെ നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. പിന്നെ ആ മഞ്ഞ ഡോട്ട്, അടിയിലൊരു മഞ്ഞ ഡോട്ട് ഉണ്ടാവില്ലേ, അതൊന്നും സെലക്ട് ചെയ്യണ്ട. അതിലൊക്കെ ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കിട്ടൂല നമുക്ക്. ഉണ്ടോ നിങ്ങൾ മുകളിലൊരു മഞ്ഞ ഡോട്ട് കണ്ടില്ലേ, അങ്ങനെയുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കണം തന്നെയാണ് നമുക്ക് നല്ലത്. ഇപ്പം ഞാനൊരു ക്രിസ്മസ് ട്രെയിൻ അവിടെയുള്ള തൊട്ടിട്ടൊന്നും വന്നില്ല. അങ്ങനെ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കണ്ടായി. അതായത് നമുക്ക് ലോഡാവണ ഒരു ഇതുപോലെയാണ്. എന്നിട്ട് ഞാൻ വേറെ ഒരാളെ സെലക്ട് ചെയ്ത്, പക്ഷെ അത് വച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. അപ്പം നമുക്കതും ചുരുക്കാട്ടോ, നമുക്ക് ചുരുക്കാനുള്ള ഓപ്ഷനൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മൾ അത് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും പൊയ്ക്കണം. എന്നിട്ട് നമുക്ക് വീണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പം എനിക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്തു. ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ഈ ബ്ലാങ്കിൻ്റെ ഇവിടെ തൊട്ട് വേണം ഇത് വയ്ക്കാൻ. പക്ഷെ ഞാൻ ഈ വെള്ളവര ഉണ്ടല്ലോ, അത് അവിടെ നിന്നാണ് വെച്ചത്. അവിടെ നിന്ന് വെച്ച കാരണം തന്നെ എനിക്ക് ഇപ്പം അത് വലുതാക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എവിടെ തൊട്ടാണോ വേണ്ടത് ആ വെള്ളവര അവിടെ തൊട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ പിപ്പായാലും എന്തായാലും ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്കത് കിട്ടില്ല. വലുതാക്കാനും ചെറുതാക്കാനൊന്നും പറ്റില്ല. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വലുതാക്കാൻ പറ്റും, പക്ഷേ ഫസ്റ്റ് സൈഡിൽ നിന്ന് വലുതാക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ബാക്ക് അടിച്ചിട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. ഈ പിപ്പിന് ഒരു ലിമിറ്റ് ഉണ്ട്. എത്ര പ്രാവശ്യം എന്ന് വെച്ചാൽ ഒരു 5 പ്രാവശ്യം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ നമുക്ക് പറ്റുള്ളൂ. എനിക്ക് കറക്റ്റ് എത്ര പ്രാവശ്യം ഒന്നും അറിയാറില്ല. ഞാൻ 1 or 2 ഒക്കെ ചെയ്യാറുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഒരു 5 കൂടെ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അതൊന്നും എനിക്കധികം അറിയില്ല. പിന്നെ നമ്മൾക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടാവും. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഇങ്ങനെ വലുതാക്കിയും ചെറുതാക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ബ്ലാങ്ക് എങ്ങനെ വേണം അങ്ങനെയൊക്കെ നോക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ യൂട്യൂബ് ഷോർട്സ് പോലത്തെ ഒരു ഇതിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും ഈ ഒരു ഡിസൈൻ വന്ന സ്ഥലത്ത് പിപ്പ് നോക്കിയിട്ട് ഒരു ഫോട്ടോ വച്ചിട്ടുണ്ട്. ആ ഫോട്ടോ എന്നിട്ട് നമുക്ക് ഡിലീറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് ഡിലീറ്റ് വേണ്ട, പകരം ഞാൻ ക്രോപ്പ് ആക്കിയിട്ട് നമുക്ക് എന്തോരം സൈസ് വേണം അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇന്ത്യയിലും നമ്മുടെ കണ്ടോ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ആ സർക്കിളിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, അത് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും വയ്ക്കാൻ കഴിയും. എന്നിട്ട് ഈ അടിയിലുള്ള കളേഴ്സൊക്കെ ഞെക്കിക്കഴിഞ്ഞാൽ അതേ കണ്ടാവും. അതിൽ വല്ല വട്ടമില്ലേ, നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ പെൻസിൽ ഇത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, നമ്മൾ ഈ വെച്ചുള്ള ഭാഗം അവിടെയുള്ള കളേഴ്സെല്ലാം വെക്കാൻ പറ്റും. പിന്നെ വേറൊരു ആനിമേഷൻ പോലത്തെ ഒരു സംഭവമില്ലേ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇന്നെന്ന് വെച്ചാൽ അതെങ്ങനെ അകത്തോട്ട് വരണം, ഔട്ടെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ അത് പോകണം എന്ന് വെച്ചാൽ മങ്ങിപ്പോവാം, വരവരയായിട്ട് പോവാം, മാച്ച് കളയാം, അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് 3 വരയുടെ അവിടെ ഒരു വട്ടം, അതാണ് നമ്മുടെ ഒരു സാധനം, ഒരു എന്താ പേര് എനിക്ക് ശരിക്കും അറിയില്ല. എന്നിട്ട് നമ്മൾ എന്നിട്ട് ആ ടീൻ്റെ അവിടെ കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റിക്കേഴ്സ്, ടൈപ്പിങ്, അതുപോലെ ഇഷ്ടമുള്ളതൊക്കെ സ്റ്റിക്കേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് അവിടെ വരും കേട്ടോ. ഇപ്പം ഞാനിവിടെ സബ്സ്ക്രൈബാണ് ടൈപ്പ് ചെയ്തേക്കണം കേട്ടോ. ഇപ്പം സബ്സ്ക്രൈബ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. സബ്സ്ക്രൈബ്, ഫോളോ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ ഗൈസ്. എത്ര സ്റ്റിക്കർ വേണമെങ്കിലും വെക്കാം. അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു ഭംഗിക്ക് വേണ്ടി ഇത് വെച്ചേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഔട്ടൊക്കെ വെച്ചിട്ട് ടിക്ക് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതൊന്നും വരില്ലേ. ഈ ടീ ഒക്കെ ടൈപ്പ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ ടൈപ്പ് ചെയ്യാം. നമുക്ക് കളർ മാറ്റാം. എന്നിട്ട് ആ 2 A കണ്ടോ, ക്യാപിറ്റൽ സ്മോളും, എന്നിട്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടിൽ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് നമുക്ക് മാറ്റാം. എന്നിട്ടിതാ ഈ ഒരു അറ്റത്തുള്ള സാധനം നോക്കിക്കഴിഞ്ഞാൽ മുകളിലത്തെ അതുമാരൊക്കെ കൂട്ടുമ്പോൾ നമ്മുടെ ഈ ലെറ്റർ അല്ലല്ലോ, വേർഡ് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. അവസാനത്തത് കൂട്ടുമ്പോൾ നമുക്കിതാ അക്ഷരങ്ങൾ ദൂരെ ആക്കാം, അടുത്തടുത്താക്കാം, അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിതാ ഇത് മുകളിലോട്ട് താഴത്തോട്ട് അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലത്തോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ഫോട്ടോയ്ക്ക് നമുക്ക് എങ്ങനെയാണോ ഭംഗി തോന്നുന്നത് ആ ഒരു ഭംഗിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം കണ്ടോ. ഇപ്പം ഞാൻ എന്താ ഈ ഒരു രീതിയിലാണ് വെച്ചേക്കണത്, ഫോട്ടോൻ്റെ തൊട്ടടിയിൽ വരുന്ന ഒരു രീതിയിൽ. പക്ഷേ എന്നിട്ടും ഞാൻ വീണ്ടും ഒരു സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ആരോൻ്റെ സ്റ്റിക്കറൊക്കെ വയ്ക്കാൻ പറ്റും. ചലിക്കുന്ന ആരോ ഉണ്ട്, ചലിക്കാത്ത ആരോ ഉണ്ട്. ഇപ്പം ഞാൻ ചലിക്കുന്ന ആരോ ആണ് അടിച്ചു കൊടുത്തേക്കണത്. പിന്നെ സ്ട്രെയിറ്റ് ആരോ ഉണ്ട്, അതുപോലെ വളഞ്ഞിരിക്കുന്ന ആരോ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ആരോസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഏതാണ് അടിച്ചു കൊടുക്കുന്നത് അതേ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ചലിക്കുന്ന ആരോ ആണ് വെച്ചത്. നമുക്ക് താഴെ കുത്തനെ ആയാലും തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ആരോ വെച്ച് കൊടുക്കാൻ കഴിയും കേട്ടോ. അതുപോലെ ടിക്ക് ഉണ്ട്, ഇതേ കണ്ടോ. ഞാൻ എന്താ ഇപ്പം ഇങ്ങനെ തല കുത്തിയിട്ട് ഇങ്ങനെയാണ് വെച്ച് കൊടുത്തേക്കണത് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള രീതിയിൽ. ഇത് ഞാൻ വെറുതെ ഒരു തമ്മിൽ പോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്താണ്. അച്ഛനിൽ ഇതൊന്നും ആയിട്ട് നമ്മൾ തമ്മിൽ ഇത് നമുക്കിതാ ഈ ഫോട്ടോയിൽ അവിടെ നമുക്ക് ഇതുപോലെ കളർ അടിച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ എളുപ്പമാണ് കണ്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ വര കാണുന്നത് കണ്ടോ, ചെറിയ വലിയ അങ്ങനെ വരയിൽ സ്ക്വയർ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ കളറ് ഇഷ്ടംപോലെ കളറ് കിട്ടും. പിന്നെ മുകളിലത്തെ തന്നെ എന്താ അടിയിലോട്ട് പോയാൽ നമുക്ക് ഇത് കുറേ പാറ്റേൺസ് വരും കേട്ടോ. കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്താ ഞെക്കുന്നത് ഉണ്ടായി. ഇതൊക്കെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സും എന്തായാലും കിട്ടും. പിന്നെ ഇവിടെ വേറെ ചിഹ്നങ്ങളൊക്കെ ഉള്ളതൊന്നും ഞെക്കണ്ട, അതൊന്നും നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇതുവരെ ഞെക്കി നോക്കിയിട്ടില്ല. വീഡിയോ ആയാലും നമുക്കിതാ ഇതുപോലെ എഡിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തോരം ഭാഗത്ത് കളർ വേണം, ഇത്ര ഭാഗത്ത് കളർ വേണ്ട എന്നൊക്കെ നമുക്ക് നോക്കാം. എന്നിട്ടാ ഇതൊന്നും നമ്മൾ ആ 3D പോലത്തെ സംഭവം ചെയ്യാൻ പോവാണ്. 3 വര പിന്നെ അവിടെ ഒരു ചിഹ്നം വരും, അത് ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാട്ടിത്തരാം. ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. എന്നിട്ട് നമുക്കിതാ എങ്ങനെയാണോ നമ്മുടെ ഫോട്ടോ ഇന്നും ഔട്ടും ഒക്കെ വേണ്ടത് അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നമുക്ക് എങ്ങനെയായാലും മാറ്റാൻ പറ്റും. എക്സ്പോർട്ട് ചെയ്യണതിന് മുമ്പ് ഒന്ന് മാറ്റിയാൽ മതി. ഇപ്പം ഞാൻ എല്ലാ ഓപ്ഷൻസും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടതുകൊണ്ട് ഞാനിങ്ങനെ ഞെക്കിയത്. അപ്പം ഇത് ഞാൻ ഒരു വട്ടം പോലത്തെ സാധനമാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ രണ്ടോ ഒരേ കളറൊക്കെ ആയിപ്പോയി. അപ്പം ഞാനപ്പോൾ ഒരെണ്ണം ചേഞ്ചൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്കിത് സ്പീഡാക്കാനും സ്ലോ ആക്കാനൊക്കെ പറ്റും. സ്പീഡാക്കാൻ ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വര പോലത്തെ സംഭവമല്ലേ, അത് സ്പീഡിനെയൊക്കെ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ഫോട്ടോ ആയതുകൊണ്ട് സ്പീഡാക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങളൊരു വീഡിയോ ഇപ്പോൾ ലാസ്റ്റ് കാണിക്കുന്ന ഒരു ഡാൻസ് കളിക്കുന്ന വീഡിയോ അല്ലേ, ആ വീഡിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പീഡാക്കി കൊണ്ടുപോകാൻ പറ്റും. ഈ വീഡിയോ ഒക്കെ ആണെങ്കിൽ പിന്നെ ഈ ശബ്ദമൊക്കെ മ്യൂട്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എന്താണ് സ്പീക്കറിൻ്റെ ബട്ടണില്ലേ അതുമ്പോൾ ഞെക്കിയിട്ട് ശബ്ദം നമുക്കിങ്ങനെ കുറച്ച് കൊടുക്കാനായിട്ട് കഴിയും.
കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഞാൻ ലാസ്റ്റ് ഇവിടെ ഒരു സ്പേസ് ഉണ്ടായാലും ഞാനൊരു സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട്. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കറാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾക്ക് സ്റ്റിക്കർ കൊടുത്തില്ലെങ്കിൽ റേറ്റിങ്ങോ പിന്നെ ഇഷ്ടമുള്ള പിപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഇതുവരെ കൊടുത്തു. പക്ഷേ അപ്പോഴായിരിക്കും മനസ്സിലായത് ഇപ്പം ഇതിങ്ങനെ വന്നിട്ടുള്ളൂ, ബിക്കോസ് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും വെക്കണം. നമ്മൾ ആ പ്ലസ് ചിഹ്നത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ബ്ലാങ്ക് ഫോട്ടോസ് വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ. അപ്പോൾ നമ്മൾ ബ്ലാങ്ക് ഞെക്കിയാൽ മതി. ബ്ലാങ്ക് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇഷ്ടമുള്ള നമുക്ക് വയ്ക്കാം. അപ്പോൾ ആ സ്ഥലത്ത് എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ തന്നെ വലുതാക്കി ചെറുതാക്കിയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് ഇൻഷോട്ടിൻ്റെ പ്രിന്റ് വരുള്ളൂ. ഇൻഷോട്ടിൻ്റെ പ്രിന്റ് എങ്ങനെയാണ് മാറ്റാന്ന് വെച്ചാൽ ഇൻഷോട്ട് പ്രോ വരും, ഇൻഷോട്ട് ഫ്രീ വരും. ഇൻഷോട്ട് പ്രോ ഞെക്കേണ്ട ആവശ്യമില്ല, ഇൻഷോട്ട് ഫ്രീ മതി. ഇൻഷോട്ട് പ്രോ ഞങ്ങൾ നോക്കിയിട്ടില്ല. ചിലപ്പോൾ എന്തെങ്കിലും വേറെ വല്ല പൈസ ഒക്കെ പോകണമെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടല്ലോ ശരിക്കും. അപ്പോൾ ഇൻഷോട്ട് ഫ്രീ വെറുതെ ഒരു പരസ്യം കണ്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇൻഷോട്ട് ഫ്രീ ഞെക്കിയാൽ ചിലപ്പോൾ പരസ്യം വരും, അല്ലെങ്കിൽ പരസ്യം വരില്ല. അപ്പോൾ അത് പോയിക്കോളും കേട്ടോ. ഇപ്പം ഇൻഷോട്ടിൻ്റെ ഒരു കാണുന്നുള്ളല്ലോ ഫ്രീ ഒരു വെള്ള കളറാണ് കേട്ടോ. ഞാൻ ഉദ്ദേശം വെള്ള കളർഫുൾ ആയത് കൊടുക്കണ്ട, വെള്ളം എടുത്താൽ മതി. നമുക്കിതാ ഈ വീഡിയോ വരെ ഫോട്ടോസ് വരെ നമുക്ക് ക്രോപ്പ് ചെയ്യാൻ കഴിയും. പക്ഷേ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ക്രോപ്പ് ചെയ്യണോ വേണ്ടതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നവരുടെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിപ്പോൾ വല്ല പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. ചില സമയത്തൊന്നും ഇങ്ങനെ വയ്ക്കണമെന്ന്, ചില സമയത്തൊന്നും അങ്ങനെ വയ്ക്കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ എക്സ്പോർട്ട് ചെയ്യണതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ എല്ലാ ഓപ്ഷൻസൊന്നും കാണിച്ചിട്ടില്ല, ചില ഓപ്ഷൻസ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് വീഡിയോയിൽ മെയിനായിട്ട് വേണ്ട ഓപ്ഷൻസ് അത്രയും ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് പാട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മ്യൂസിക്കിൻ്റെ ബട്ടണിൽ വെക്കാം. മ്യൂസിക്കിൻ്റെ ബട്ടണിലെല്ലാം മ്യൂസിക്കും സ്പീക്കറും ഉണ്ടാവും. സ്പീക്കർ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വോയിസ് അതല്ലെങ്കിൽ പാട്ടിൻ്റെ പഠിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് എടുക്കാൻ പറ്റും. മറ്റേ നേരത്തെ കൈ കൊണ്ടാട്ടോ ഗൈസ് ഉണ്ടോ. മൈ മ്യൂസിക് എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഓഡിയോ ഇതില്ലേ, അപ്പം അതിൽ നിങ്ങൾക്ക് എങ്ങനെ നമ്മളെന്താ റെക്കോർഡ് ചെയ്താൽ അതേ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് നമുക്ക് അടിച്ചു കൊടുക്കാനൊക്കെ പറ്റും. അടിച്ചു കൊടുക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലെൻസിൻ്റെ പടം ഉണ്ടല്ലോ, ലെൻസിൻ്റെ പടത്തും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് അടിച്ചു കൊടുത്തിട്ട് ഇഷ്ടമുള്ള പാട്ട് പറ്റും. ഇപ്പം ഇതിൽ കുറേ പാട്ടിൻ്റെ വോയിസ് ഉള്ളതുകൊണ്ട് എൻ്റെ വോയിസ് ക്ലിയർ ആവണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഈ പാട്ടൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്ലസ് ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ പാട്ട് നമ്മുടെ ഉള്ളിലോട്ട് വരും കേട്ടോ. കുറേയൊക്കെ ഗൈസ് എൻ്റെ കൈ അറിയാണ്ടൊക്കെ കൊള്ളുന്നുണ്ട്. ഞാനിതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിട്ടോ സെലക്ട് ചെയ്തത്. സിനിമാ പാട്ട് പറ്റുമെന്ന് എനിക്ക് അറിയണം. പിന്നെ ഞങ്ങൾ സിനിമാ പാട്ടൊന്നും എടുക്കാറില്ല, ഞങ്ങൾ ഈ പാട്ടൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഡാൻസിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് ഞാനപ്പോൾ അറിയാണ്ടൊന്ന് ബാക്ക് നീക്കിപ്പോയി. അപ്പോൾ ഞാൻ വീണ്ടും അതൊന്നും എടുക്കേണ്ടി വന്ന്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒക്കെ അവിടെ നിന്ന് തുടങ്ങണം, അങ്ങനെയൊക്കെ എടുക്കാം. ഞാൻ ആ ഡാൻസിൻ്റെ അവിടെ തുടങ്ങൂലേ, ആ ഡാൻസിൻ്റെ അവിടെ പോയിട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ കഴിഞ്ഞാൽ അവിടെ കട്ടാവും. എന്നിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ചുരുക്കി കൊണ്ടുപോവാം. ഗൈസ് എനിക്ക് ആ സീൻ കിട്ടിയില്ല പെട്ടെന്ന്. എന്നിട്ട് നമുക്ക് പാട്ടൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് ഫുള്ള് ഞാൻ എന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു ഗൈസ്. എന്നിട്ട് ഞാൻ കേട്ടോ ലാസ്റ്റ് താങ്ക് യു എന്ന് പറഞ്ഞ സോങ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായല്ലോ. അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് താങ്ക് യു എന്ന സോങ് ഞാൻ കേട്ടിട്ട് ഗൈസ്. നമുക്ക് അങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് അടിച്ച് പാട്ടുകൾ ആയാലും എഡിറ്റിംഗ് ആയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അടിച്ചു കൊടുക്കാം. ഞാൻ ഇങ്ങനെ ചെയ്തു ഉള്ളൂ. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ വല്ല ഫോട്ടോ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ സ്ഥലത്ത് കൊണ്ട് വയ്ക്കാം. എന്നിട്ട് ആ പ്ലസ് വെക്കാം, വീഡിയോ ഫോട്ടോ എന്ന് ഓരോ ഓപ്ഷൻ വരും. എന്നിട്ട് ആ ഓപ്ഷൻ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ കിട്ടും.
നിങ്ങൾക്ക് ആ ഫോട്ടോ അവിടെ വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ തന്നെ ഞെക്കിയിട്ട് ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ മതി. ഇനി നമുക്ക് എല്ലാം സെറ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എക്സ്പോർട്ട് ചെയ്യുക നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക, വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് പരസ്യം വരും, എന്നിട്ട് നോഞ്ഞൊക്കെ, എന്നിട്ട് ഇതാ ഈ ഒരു വട്ടം അത് ഫുള്ള് 100 ആവണം. എന്നിട്ട് ബാക്ക് അടിക്കുമ്പോൾ ഈ ഡ്രാഫ്റ്റ് ഡിസ്കാർഡ് വരും. ഞാൻ ഡ്രാഫ്റ്റാണ് ഞെക്കിയത്. ഇനി നമ്മൾ എന്നിട്ട് ഗാലറി പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അവിടെ സെറ്റായിരിക്കും. ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, വളരെ എളുപ്പമാണ് നമ്മുടെ ഇൻഷോട്ട് യൂസ് ചെയ്യാൻ. ജസ്റ്റ് നമ്മളെല്ലാം ഒന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇൻഷോട്ട് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് വല്ല അത്യാവശ്യമായിട്ട് വല്ല വീഡിയോസൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.